ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാതെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പകുതി തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിൻ്റെ കുരുകളൊക്കെ മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ചിരകിയത്. ഞാനിവിടെ 2 ടീസ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വല്ലാണ്ട് പതപ്പിച്ചെടുക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനതിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു ചെറിയ ക്യൂബ് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടറിന് പകരമായിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയതിൻ്റെ ശേഷം വേണം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ. ഇനി മറിച്ചിട്ട സൈഡും കൂടി ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മൾ മുട്ട ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തേങ്ങ ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.